السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട അൽബയാൻ ദർശനങ്ങളെ, അപ്പോൾ നമ്മൾ ഫത്തുൽ മുഈനിലെ നിസ്കാരത്തിൻ്റെ റുക്നുകളാണ് പറഞ്ഞു വന്നിരുന്നത്. 6 റുക്നുകൾ പറഞ്ഞു. ഇനി 7ാമത്തെ റുക്നാണ് പറയാനുള്ളത്. 7ാമത്തെ റുക്ന് സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. 2 പ്രാവശ്യം സുജൂദ് ചെയ്യുക, ഓരോ റക്അത്തിലും 2 പ്രാവശ്യം സുജൂദ് ചെയ്യുക എന്നുള്ളതാണ് 7ാമത്തെ റുക്നുള്ളത്. സുജൂദുൻ മറത്തൈനി അലാ ഗൈരി മഹ്മൂലിൻ. നമ്മൾ ചുമക്കുന്ന, നമ്മൾ വഹിക്കുന്ന ഒരു വസ്തുവിൻ്റെ മേൽ ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ തൊപ്പിയാണ് നമ്മൾ നിസ്കരിക്കുന്നത്. തൊപ്പി അല്ലെങ്കിൽ തലപ്പാവൊക്കെ ഇട്ടിട്ടാണ്, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ തട്ടൊക്കെ ഇട്ടിട്ടാണ് നിസ്കരിക്കുക. അപ്പോൾ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ ആ തൊപ്പിയുടെ മേലിലോ അല്ലെങ്കിൽ തലപ്പാവിൻ്റെ അല്ലെങ്കിൽ ആ തട്ടത്തിൻ്റെ മേലിലോ ആവാൻ പാടില്ല. നമ്മൾ ചുമക്കാത്ത, നമ്മൾ വിരിച്ച അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന പ്രതലത്തിലായിരിക്കണം നമ്മൾ സുജൂദ് ചെയ്യേണ്ടത് എന്നാണ്. ഇനി ഒരു കട്ടിൽ, ഇപ്പോൾ ഇങ്ങനെ ഇളകുന്ന കട്ടിലാണ്, നമ്മൾ റുക്കൂക്കും ഇഴ്തിദാലിക്കും സുജൂദൊക്കെ പോകുന്നതനുസരിച്ച് കട്ടിലിങ്ങനെ ഇളകുന്നുണ്ട്. അപ്പോൾ ഇളകുന്ന കട്ടിലിൻ്റെ മേലാണ് സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മളതിന് ചുമക്കുന്നില്ല, നമ്മളതിന് മുകളിൽ കയറിയിട്ടാണ് നിസ്കരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, മുസല്ലയൊക്കെ നമ്മൾ റുക്കൂക്കും സുജൂദൊക്കെ പോകുന്നതനുസരിച്ച് ഇങ്ങനെ അങ്ങോട്ട് കൂടെ ഇളകുന്നുണ്ട് കുറച്ചൊക്കെ, എന്നാലും കുഴപ്പമില്ല. നമ്മളതിനെ വഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ചുമക്കുന്നുണ്ടെങ്കിൽ അതിന് മേൽ എന്ത് ചെയ്യാം, സുജൂദ് ചെയ്താൽ ശരിയാവില്ല. ചുമക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സുജൂദ് ചെയ്യാവുന്നതാണ്. ഇനി ഒരാൾ തലപ്പാവ്, നല്ല വലിയ തലപ്പാവാണ്, അത് 3-4 മീറ്ററൊക്കെ ഉള്ള ഒരു തലപ്പാവ്, ആ തലപ്പാവിൻ്റെ ഒരു ഭാഗം കെട്ടി മറ്റൊരു ഭാഗം ഇങ്ങനെ വിരിച്ചു, അങ്ങനെ വിരിച്ചിട്ട് അത് നിസ്കരിക്കുകയാണ്, അങ്ങനെ സുജൂദ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ റുക്കൂവിലേക്കും ഇഴ്തിദാലിലേക്കും മറ്റ് ഇന്തിഖാലാത്തുകളിൽ ആ ഒരു ഭാഗം, സുജൂദിൻ്റെ ആ ഒരു ഭാഗം അനങ്ങുന്നില്ല, നമ്മുടെ അനക്കം കൊണ്ട് ആ ഒരു ഭാഗം അനങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ധരിച്ച വസ്ത്രത്തിലും വേണമെങ്കിൽ സുജൂദ് ചെയ്യാവുന്നതാണ്. ഒരു തലപ്പാവ് അല്ലെങ്കിൽ തട്ടെന്തോ അത് നമ്മൾ ധരിച്ചിട്ടുണ്ട്, അതിൻ്റെ മറ്റൊരു ഇത് വലിയ നീളതാണ്, ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്, നമ്മൾ റുക്കൂക്കും സുജൂദൊക്കെ പോകുന്നതനുസരിച്ച് അത് അളകുന്നില്ല, അത്രത്തോളം വലിപ്പമുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മേലും സുജൂദ് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പള്ളിയിലോ അല്ലെങ്കിൽ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ നല്ല തിരക്കുകളാണ്, അപ്പോൾ എടുത്തെടുത്ത ആൾക്കാരുണ്ടാവും. സുജൂദ് ചെയ്യുമ്പോൾ മറ്റൊരാൾ, അപ്പോൾ നമ്മളെ പുറത്തുള്ള ഒരാൾ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നമ്മൾ സുജൂദ് ചെയ്തപ്പോൾ അയാളെ കൈമലാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നതൊക്കെ, അങ്ങനെയെങ്കിലും കുഴപ്പമില്ല, നിസ്കാരം ശരിയാവുന്നതാണ്. ഇനി ഒരാൾ ഇപ്പോൾ പഴയ പള്ളിയിൽ അല്ലെങ്കിൽ പഴയ സംവിധാനത്തിലൊക്കെ പുല്ലുപായൊക്കെ ഉണ്ടാകും, പുല്ലുപായ, അപ്പോൾ നമ്മൾ സുജൂദ് ചെയ്ത് എണീക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നെറ്റിയിലൊക്കെ ഉണ്ടാകും പുല്ലോ അല്ലെങ്കിൽ നമ്മൾ പുല്ലുപായൻ്റെ അതിന് ഭാഗമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്ത സുജൂദ് ശരിയായിട്ടുണ്ട്, ആദ്യം ചെയ്ത സുജൂദ് ശരിയായിട്ടുണ്ട്, ഓക്കെ, കാരണം നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ നെറ്റിമൊന്നില്ലായിരുന്നു. പക്ഷേ ഇത് രണ്ടാമത് സുജൂദ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നെറ്റിമേൽ പറ്റി പിടിച്ചത് നമ്മൾ ഒഴിവാക്കണം, എന്നിട്ട് സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇനി സുജൂദ് ചെയ്യേണ്ട രൂപം, നമ്മുടെ ബാക്ക് ഭാഗം, ഊരയുടെ ഭാഗം ഒക്കെ പൊന്തി വന്നിട്ടും ഈ നെറ്റിയുടെ ഭാഗം, തലയുടെ ഭാഗം താഴെയായിട്ടും നമ്മൾ സാധാരണ സുജൂദ് ചെയ്യുമ്പോൾ ഉള്ളതുപോലെ ആയിരിക്കണം. നേരെ മറിച്ച് സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഉയർന്ന പ്രതലത്തിലോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഊരയും തലയും ഒക്കെ ഒരേപോലെ ആകുന്ന രീതിയിൽ, ഉദാഹരണത്തിന് പറയുന്നത് ടേബിൾ, മുമ്പിലുള്ള ടേബിളിലാണ് സുജൂദ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ സുജൂദ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ഊരഭാഗത്തേക്കാൾ മുകളിലാണ് തല വന്നിട്ടുള്ളത്. ശരിക്കും ഈ ഭാഗത്തിൻ്റെയും താഴെ നെറ്റി വരുന്ന രീതിയിൽ എന്നാണ് ഒരു പ്രതലത്തിൽ, നമ്മൾ നേരെ ഒരു പ്ലെയിനായ സ്ഥലത്ത് നിസ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സുജൂദ് ചെയ്യുമ്പോൾ നമ്മുടെ ഊരഭാഗത്തേക്കാളും താഴെയാണ് തല വരുന്നത് എന്നർത്ഥം. ഇതൊരു ഹിക്മത്ത് കൂടിയാണ്, കാരണം സുജൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് നമ്മൾ ഏറ്റവും അടുക്കുന്ന, അഖ്റബുമായ യകൂനുൽ അബ്ദു ഇലല്ലാഹി വഹുവ സാജിദ് എന്നാണ്. സുജൂദ് ചെയ്യുമ്പോഴാണ് മനുഷ്യൻ അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ്റെ പരിശുദ്ധമായ അവൻ്റെ മുഖം, ആ മുഖം അവൻ മണ്ണിലേക്ക് അല്ലെങ്കിൽ നിലത്തേക്ക് ചേർത്ത് വെക്കുകയാണ്, അവൻ്റെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെക്കാൾ താഴത്തേക്ക് മുഖം വെക്കുന്നു, അള്ളാഹുവിന് മുമ്പിൽ അവൻ താഴ്ന്ന് പോകുന്നു എന്നർത്ഥം. അപ്പോൾ അങ്ങനെ മുഖം താഴ്ത്തിയിട്ടാണ് അവന് വെക്കണമെന്നാണ്. ഇനി അസുഖങ്ങളുള്ള രോഗമുള്ളവരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ തല താഴ്ത്താൻ കഴിയാത്ത എന്തെങ്കിലും പ്രശ്നം, ബ്ലഡ് സർക്കുലേഷൻ എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകളാണ്, അങ്ങനത്തെവർക്കൊക്കെ വേണമെങ്കിൽ മുമ്പിൽ എന്തെങ്കിലും ടാബ്ലറ്റ് വെച്ചിട്ട് അതിൽ സുജൂദ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഊരയുടെ ഭാഗത്തേക്കാൾ താഴ്ന്ന രീതിയിൽ എന്നാണ് സാധാരണ ഒരു നിരപ്പായ സ്ഥലത്ത് നമ്മൾ സുജൂദ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി സുജൂദ് ചെയ്യുമ്പോൾ വെക്കേണ്ടത് സാഷ്ടാംഗം എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയുക. 8 അവയവങ്ങൾ വെക്കുന്നത് കൊണ്ട് സാഷ്ടാംഗം നമിക്കുക എന്നൊക്കെ നമ്മൾ പറയാം. 8 അവയവങ്ങളാണുള്ളത്, അതിൽ 7 അവയവങ്ങൾ വെക്കൽ നിർബന്ധവും ഒരു അവയവം വെക്കൽ സുന്നത്തുമാണ്. ഏതൊക്കെ നിർബന്ധമുള്ളത്? നെറ്റി നേരത്തെ പറഞ്ഞ പോലെ വെളിവാകുന്ന രീതിയിൽ വെക്കണം, എന്നാൽ തൊപ്പിയോ അല്ലെങ്കിൽ തലപ്പാവോ അല്ലെങ്കിൽ തട്ടോ അതിൻ്റെ ഭാഗങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വെളിവാകുന്ന രീതിയിൽ എന്ത് ചെയ്യാം, നെറ്റി വെക്കണം എന്നുള്ളതാണ്.
ഇനി എന്തെങ്കിലും ഇവിടെ മുറിവോ അങ്ങനെ എന്തോ ആയിട്ടുണ്ട്, അങ്ങനെ ഒരു കെട്ട് കിട്ടീന്, വലിയ കെട്ട് ഊരി ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ കെട്ടാണെങ്കിൽ ആ കെട്ടിന് മേൽ ചെയ്താൽ മതി. അവർക്ക് അസുഖം ഉണ്ടായതുകൊണ്ടാണ്, ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ്. മാത്രമല്ല ഈ നെറ്റിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തട്ടിച്ചാൽ പോരാ, നിലത്തിങ്ങനെ വല്ല തട്ടിച്ചാൽ പോരാ, ഒരു ചെറിയൊരു കനം കൊടുക്കണം. നല്ലോണം കനം കൊടുത്തിങ്ങനെ വരുത്തണമൊന്നുമില്ല, അല്ലെങ്കിൽ തലാനോണം അമർത്തണമൊന്നുമില്ല. ജസ്റ്റ് ഒരു കനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്ത് ചെയ്ത് തലയുടെ ഭാരം ഉണ്ടല്ലോ അതിങ്ങനെ നിലത്ത് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാം, തട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചെറിയ ഒരു കനം ചെയ്യണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ പിന്നെ 2 കാൽമുട്ടുകൾ വെക്കണം, അതേപോലെ 2 കൈ വെക്കണം, അതേപോലെ ഈ കാലുകളുടെ വിരലിൻ്റെ പള്ള, ആ വിരലിൻ്റെ പള്ള ഭാഗവും വെക്കണം. ഇങ്ങനെ 7 അവയവങ്ങൾ വെക്കൽ നിർബന്ധമാകുന്നു എന്നുള്ളതാണ്. ഇതിൽ നെറ്റി ഈ മറയില്ലാതെ നെറ്റി വെക്കൽ നിർബന്ധമാണ്. നമ്മൾ പറഞ്ഞു, നമ്മൾ തൊപ്പിയോ തലപ്പാവോ തട്ടോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നെറ്റി വെളിവാകുന്ന രീതിയിൽ വെക്കണം എന്നുള്ളതാണ്. മറ്റു കാൽമുട്ട് ഭാഗങ്ങൾ വെളിവാക്കാൻ പാടില്ല, അതിന് ഔറത്താണ്, അത് വെളിവാക്കാൻ പാടില്ല. മറ്റു കൈ, അതേപോലെ തന്നെ കാൽ വിരലുകളുടെ പള്ള, ഇതൊക്കെ വെളിവായി വെക്കലാണ് സുന്നത്ത്, നിർബന്ധമില്ല. നമ്മൾ നിസ്കരിക്കുമ്പോൾ ഈ തലപ്പാവിൻ്റെ അല്ലെങ്കിൽ ടവലിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് അതിന്മേലാണ് കൈ വെച്ചത് നിൽക്കുക, കുഴപ്പമില്ല, നിസ്കാരം ശരിയാവും. പക്ഷേ സുന്നത്ത് അതില്ലാതെ വെളിവായിട്ട് വെക്കലാണ്. അതേപോലെ കാലിൻ്റെ പള്ള അത് വെളിവായിട്ട് വെക്കലാണ്. സോക്സ് ഇട്ട് നിസ്കരിക്കുകയാണെങ്കിൽ സോക്സ് ഇട്ടാൽ കാലിൻ്റെ പള്ള വെളിവായിട്ട് വെക്കുന്ന നേരെ വെക്കലുണ്ടാവില്ല, സോക്സിൻ്റെ മേലിലേക്ക് ഉണ്ടാവുക, കുഴപ്പമില്ല, നിസ്കാരം ശരിയാവുന്നതാണ്. പക്ഷേ സുന്നത്ത് വെളിവാകുന്ന രീതിയിൽ എന്ത് ചെയ്യാം, കാല് വെക്കലാകുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് പിന്നെ ഏതായാലും വെളിവാകാൻ പാടില്ല, കാരണം അവർക്ക് പിന്നെ അതൊക്കെ ഔറത്തിൽപ്പെട്ടതാണല്ലോ. ഇനി നമ്മൾ പറഞ്ഞു നിർബന്ധമായിട്ടും 7 അവയവങ്ങളാണ് വെക്കേണ്ടത്. ഇനി 8ാമത്തെ അവയവം മൂക്ക് വെക്കൽ, അത് സുന്നത്താവുന്നു. അപ്പോൾ സുന്നത്താണ് മൂക്ക് വെക്കുക എന്നുള്ളത്. ഇവിടെ എങ്ങനെയാണ് എന്ത് ചെയ്യാം, എഴുത്തുതാലിൽ നിന്നാണ് സുജൂദിലേക്ക് പോവുക. സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ കാൽമുട്ടുകളാണ് വെക്കേണ്ടത്, കാൽമുട്ട് വെക്കുക. പിന്നെ 2 കൈയാണ് വെക്കേണ്ടത്. പിന്നെ ഈ നെറ്റിയും മൂക്കും ഒപ്പമാണ് വെക്കേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ സുന്നത്തുള്ളത് എന്നാണ്. പിന്നെ കൈ വെക്കുമ്പോൾ സുജൂദിലേക്ക് പോകുമ്പോൾ കൈ വെക്കേണ്ടത് നമ്മൾ ചുമലിനോട് നേരെ വരുന്ന ഭാഗം, അതന്നെ കൈ വിരലുകൾ നേരെയാക്കി കിബിലക്ക് നേരെയാവുന്ന രീതിയിലാണ് വെക്കേണ്ടത്. വളരെ ഇങ്ങനെ വൈഡാക്കിയിട്ടുമല്ല, എന്നാലും അങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടുമല്ല, ഏകദേശം ഒരു മിഡിലായ രീതിയിൽ വെച്ചിട്ടാണ് നേരെ വെച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി സുജൂദിൻ്റെ സമയത്ത് കണ്ണ് തുറക്കലാണ് ഏറ്റവും നല്ലത്, സുന്നത്ത് അങ്ങനെയാണ്. കണ്ണ് തുറന്നിട്ടാണ് സുജൂദ് ചെയ്യൽ. കുറേ ആൾക്കാർ എന്തിനത് കണ്ണിൽ സുജൂദിൽ എന്തിനാ കണ്ണ് പൂട്ടിയിട്ട്, കുഴപ്പമില്ല, സുന്നത്ത് കണ്ണ് തുറന്നിട്ട് ചെയ്യലാവുന്നു സുന്നത്ത് എന്നുള്ളതാണ്. ഇനി സുജൂദിൽ നമ്മൾ സാധാരണ ചെല്ലുന്ന ദിക്റാണ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം ചൊല്ലുക. വലിയവനായ മഹോന്നതനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, വബിഹംദിഹി, അള്ളാഹുവിനെ സ്തുതിക്കലോടുകൂടെ. ഇങ്ങനെയാണ് ആ ദിക്റിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റുക്കൂയിലും എഴുതാലും പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനോ അല്ലെങ്കിൽ പ്രത്യേകം ആളുകളുടെ മാത്രം ഇമാമ്, പുറത്തുനിന്ന് ആൾക്കാർ വരില്ല, പുറത്തെ ആളുകളുണ്ട്, അവർക്ക് പിന്നെ എത്ര നീട്ടിക്കൊണ്ടാലും കുഴപ്പമില്ല, അങ്ങനത്തെ ആളുകളുടെ ഇമാമാണെന്നൊക്കെ അവർക്കും സുന്നത്തായിട്ട് ഇനിയും എന്ന് പറഞ്ഞാൽ സുജൂദിൽ എക്സ്ട്രാ ചെല്ലേണ്ട ദിക്റാണ് അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു സജദ വജ്ഹി അല്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇവിടെ അല്ലാഹുമ്മ ലക സജദ്തു, അല്ലാഹു നിനക്ക് വേണ്ടി ഞാൻ സുജൂദ് ചെയ്തു, വബിക ആമൻതു, അല്ലാഹു നിന്നിൽ ഞാൻ വിശ്വസിച്ചു, വലക അസ്ലംതു, നിന്നെ ഞാൻ അംഗീകരിക്കുന്നു, സജദ വജ്ഹി, എൻ്റെ മുഖം സുജൂദ് ചെയ്തിട്ടുള്ളത് ലില്ലദീ, ഒരുത്തിന് വേണ്ടിയിട്ടാണ്, ഖലഖഹു, ആ മുഖത്തെ സൃഷ്ടിക്കുകയും, വസവ്വറഹു, ആ മുഖത്തിന് രൂപം നൽകുകയും, വശഖ സമഅഹു, അതിൻ്റെ കേൾവികൾ എന്ത് ചെയ്തു തുറന്നു തരികയും, ബസറഹു, കാഴ്ച തുറന്നു തരികയും ചെയ്തു, ബിഹൗലിഹി വഖുവ്വതിഹി, ആ ഒരുത്തൻ്റെ ശക്തി കൊണ്ടും ആ ഒരുത്തൻ്റെ ആ കഴിവ് കൊണ്ടും മാത്രം. നമുക്കൊരു കഴിവില്ല, പൂട്ടിയ കണ്ണ് തുറക്കാൻ അല്ലെങ്കിൽ എന്താ അടഞ്ഞു പോയ ഈ കാതുകൾ തുറക്കാനുള്ള കഴിവ് നമുക്കില്ല, അള്ളാഹുവാണ് നമുക്ക് ചെയ്തു തന്നത്. തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, രൂപങ്ങൾ നൽകുന്ന സൃഷ്ടിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാം, ഇങ്ങനെ രൂപങ്ങൾ നൽകുന്ന ആളുകൾ വെച്ച് ഏറ്റവും നല്ല ആളെ അള്ളാഹു അല്ലേ എന്നാണ്. ഇനി എന്ത് വീണ്ടും വേറെയും കുറേ സുജൂദിൽ ധാരാളം ദുആകളൊക്കെ ചെയ്യാവുന്നതാണ്. ഇനിയും ദുആകളൊക്കെ വന്നിട്ട് അല്ലാഹുമ്മ അഊദു ബിറിളാക മിൻ സുഖ്തിക വബി മുആഫാതിക മിൻ ഉഖൂബതിക വഅഊദു ബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക് അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി കുല്ലഹു വജിൽ. അങ്ങനെ കുറേ ദിക്റുകളൊക്കെ എന്തുണ്ട് വന്നിട്ടുണ്ട്. ഇനിയും ധാരാളം ദുആകളൊക്കെ സുജൂദിൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ദുആ ചെയ്യാവുന്നതാണ് എന്നാണ്. റുക്കൂഇനെ അധികരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സുജൂദ് അധികരിപ്പിക്കലാകുന്നു നല്ലത് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. റുക്കൂവും നമുക്ക് അധികരിപ്പിക്കാം, ആ റുക്കൂ സുജൂദ് ഇത്രയും അധികരിപ്പിക്കാവുന്നതാണ്.
സുജൂദിനെ അധികരിപ്പിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. സുജൂദിനെ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സുജൂദിനെ നീട്ടിക്കൊണ്ടുപോവാം. ഈ ദിക്ർ ചെല്ല, വേറെ ആരുതായി വന്ന ദിക്ർ ചെല്ല, വേറെ ദുആകളൊക്കെ നമുക്ക് ആവശ്യമായ ഏത് ദുആയും അറബിയിൽ നമുക്ക് ദുആ ചെയ്യാവുന്നതാണ് അവിടെ സുജൂദിൽ വെച്ചിട്ട്. അപ്പോൾ 7ാമത്തെ റുക്കിന് നമ്മൾ പറഞ്ഞു സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി 8ാമത്തെ റുക്കിന് ജുലൂസ് എന്ന് പറയും. എന്നാൽ 2 സുജൂദിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാം, ഇരിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് 8ാമത്തെ റുക്കിന്. അപ്പോൾ സുജൂദിൽ നിന്ന് 2 സുജൂദുകൾക്കിടയിലുള്ള ഒരു ഇരുത്തമുണ്ട്. അപ്പോൾ സുജൂദിൽ നിന്ന് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി എണീക്കണം. അപ്പോൾ ഉദ്ദേശത്തോടെ എണീക്കണം. സുജൂദ് ഇങ്ങനെ ചെയ്യുന്ന ഇടയിൽ എന്ത് ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ ചെറിയൊരു പ്രാണിയോ അങ്ങനെ എന്തെങ്കിലും മുമ്പ് നിന്ന് പോയി, അപ്പോൾ പെട്ടെന്ന് തല പൊന്തിച്ചതാണ്. അപ്പോൾ തല പൊന്തിച്ച് ഏതായാലും ഇരുന്നല്ലോ, ഇപ്പോൾ ഏതായാലും ഇരുത്താക്കാം, അത് പറ്റില്ല. അങ്ങനെയെങ്കിൽ വീണ്ടും സുജൂദിലേക്ക് പോയി ജുലൂസിലേക്ക് വരണം. കാരണം ജുലൂസിലേക്ക് വരുമ്പോൾ തന്നെ അവർക്ക് ഉദ്ദേശം വേണം ജുലൂസിലേക്ക് എന്നുള്ളത്. അല്ലാതെ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ സുജൂദ് അതിനിടയിൽ എന്ത് ചെയ്യും, പുറത്തൊരാളൊന്നും അടിച്ചു അപ്പം എണീറ്റതാണ്, അതൊന്നും എന്താ പറയുക ജുലൂസായിട്ട് പരിഗണിക്കില്ല. ജുലൂസ് എന്ന ഉദ്ദേശത്തോടു കൂടെ അങ്ങനെ തിരിച്ചു വരണം. ഇനി ജുലൂസ് അതേപോലെ തന്നെ എഴുത്തിദാല് അത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. അത് ശരിക്കും കസീറായ റുക്കുനുകളാണ്, എന്നാൽ ചുരുങ്ങിയ റുക്കുനാണ് ജുലൂസും അതുപോലെ തന്നെ എഴുത്തിദാലും. അത് ശരിക്ക് റുക്കുവിൻ്റെയും സുജൂദിൻ്റെയും ഇടയിലുള്ള ഒരു ഭാഗമാണ്, ഫസ്സിലാണ്, ഇടയിലുള്ള ഭാഗമാണ് എഴുത്തിദാൽ എന്നുള്ളത്. അപ്പോൾ ഇടയിലാവാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. റുക്കുവിൽ നിന്ന് നേരെ സുജൂദിക്ക് പോകണമെക്കാട്ടിലും പോകുന്ന അത്ര സുഖമില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു ഒരു എഴുത്തിദാൽ ഇടയിൽ കൊടുത്തതാണ്. പിന്നെ 2 സുജൂദ് എന്ന് പറഞ്ഞു. 2 സുജൂദ് 2 ആവണമെങ്കിൽ എന്താണ് അതിന് ഇടയിൽ എന്താണ് ഒരു ഫസ്സിൽ വേണം, അതിന് വേണ്ടിയിട്ടാണ് ജുലൂസ് കൊണ്ടുവന്നത്. അപ്പോൾ ജുലൂസ് അതുപോലെ തന്നെ എഴുത്തിദാലൊക്കെ കസീറായ ചുരുങ്ങിയ റുക്കിനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, അത് നീട്ടി കൊണ്ടുപോകാൻ പാടില്ല, പെട്ടെന്ന് തന്നെ പോകണം. എഴുത്തിദാലിനെ ഫാത്തിഹ ഓതുന്ന അത്രയും ഖദർ, ഫാത്തിഹ ഓതാണ് അത്രയും സമയം നീട്ടിക്കൊണ്ടുപോയാൽ, അല്ലെങ്കിൽ ജുലൂസിനെ തശഹുദ് ഓതുന്ന അത്രയും സമയം നീട്ടിക്കൊണ്ടുപോയാൽ, എഴുത്തിദാലിനെ ഫാത്തിഹ ഓതുന്ന അത്രയും ഖദർ നീട്ടിയാൽ, തശഹുദിനെ ജുലൂസിനെ തശഹുദിന് അത്രയും ഖദർ നീട്ടിയാൽ മനഃപൂർവ്വമാണെന്നുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാകും എന്നുള്ളതാണ്. ഇനി ആ ജുലൂസിൽ എന്ന് പറഞ്ഞാൽ 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലും 1ാമത്തെ അത്തഹിയ്യാത്തിലും, 1ാമത്തെ സുന്നത്താണല്ലോ, 1ാമത്തെ അത്തഹിയ്യാത്തിലും അവൻ ഇരിക്കേണ്ടത് ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയായിരിക്കും ഇഫ്തിറാഷിൻ്റെ ഇരുത്തം, ഒരു എന്ത് ചെയ്യുന്നത് ഇടതുകാലിൻ്റെ ഇടതുകാലിനായിരിക്കും നമ്മൾ ഇരിക്കുക. അവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, കൈ രണ്ടും നീർത്തി വെച്ചിട്ടാണ് അവൻ്റെ എന്ത് ചെയ്യുക മുട്ടിന് മേലെ ഇങ്ങനെ നീർത്തി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവനിരിക്കേണ്ടത്. അവിടെയും റബ്ബി ഗഫിർലി റഹംനി എന്ത് ചെയ്യാം, അത് ചൊല്ലണം. റബ്ബി ഗഫിർലി അള്ളാഹു എനിക്ക് പുറത്തു തരണമേ, റഹംനി അള്ളാഹു എനിക്ക് റഹ്മത്ത് നൽകണമേ, വജുബുർനി എൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരണമേ, വറഫഅനി അള്ളാഹു എന്നെ ഉയർത്തണമേ, വറസുഖ്നി എനിക്ക് നല്ല റിസ്ഖ് നൽകണമേ, വഹ്ദിനി എന്നെ ഹിദായത്തിലേക്ക് ആക്കണമേ അള്ളാഹുവേ, വആഫിനി എനിക്ക് ആഫിയത്ത് നൽകണമേ അള്ളാഹുവേ. എങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ജുലൂസിൽ ദിക്ർ ചൊല്ലേണ്ടത്. ഇനി 1ാമത്തെ റക്അത്തിൽ നിന്ന് 2ാമത്തെ റക്അത്തിലേക്ക് എണീക്കുമ്പോൾ, അല്ലെങ്കിൽ 3ാമത്തെ റക്അത്തിൽ നിന്ന് 4ാമത്തെ റക്അത്തിലേക്ക് എണീക്കുമ്പോൾ ആ സുജൂദിൽ നിന്ന് ഖിയാമിലേക്ക് എണീക്കുന്നതിനിടയിൽ ജസ്റ്റ് ഒന്ന് ഇരിക്കണം. ജൽസത്തുൽ ഇസ്തിറാഹ അല്ലെങ്കിൽ ജുലൂസുൽ ഇസ്തിറാഹ അതിന് പറയാം. ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഇരിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഇനി ഇമാം ഇരുന്നില്ലെങ്കിലും മഅ്മൂമിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ഇരുന്നിട്ട് എണീക്കാവുന്നതാണ്. ജുലൂസുൽ ഇസ്തിറാഹത്ത് എന്നാണ് അതിന് പറയുക. ഒരു ജസ്റ്റ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ഒരു ഖദർ ജസ്റ്റ് ഇരിക്കുക, എണീക്കുക, അത്രയേ ഉള്ളൂ. എന്നാൽ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്താൽ ഇങ്ങനെ എന്ത് ചെയ്യേണ്ടത്, ഇരിക്കേണ്ടതില്ല. ഖിയാമിൽ നമ്മളിങ്ങനെ സൂറത്ത് ഓതാണ്, സൂറത്ത് ഓതുമ്പോൾ തിലാവത്തിൻ്റെ ഒരു ആയത്ത് വന്നു, തിലാവത്ത് സുജൂദിൻ്റെ ആയത്ത് വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സുജൂദിൻ്റെ ആയത്ത് വന്നാൽ നമ്മൾ നേരെ സുജൂദിലേക്ക് പോകുന്നു, നേരെ ഖിയാമിലേക്ക് വരുന്നു. അവിടെ ജൽസത്തുൽ ഇസ്തിറാഹ സുന്നത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ 8 പറഞ്ഞു അവിടെ. ഇനി 9ാമത്തെ റുക്കുനാണ് പറയാൻ പോകുന്നത്, തുമഈനത്ത് എന്ന്. നേരത്തെ പറഞ്ഞ ഈ എന്ത് ചെയ്യുന്നത് ഖിയാമിലാവട്ടെ, റുക്കുവിലും എഴുത്തിദാലിലും അതേപോലെ സുജൂദിലും ജുലൂസിലും ഒക്കെ തുമഈനത്ത് വേണം എന്നുള്ളതാണ്. തുമഈനത്ത് വേണം എന്ന് പറഞ്ഞാൽ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ഒരു ഖദറെങ്കിലും ഓനെ ഇങ്ങനെ ഒരു സ്ഥലത്ത് അടങ്ങി താമസിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, റുക്കുവിലേക്ക് പോയി സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന അത്രയും സമയമെങ്കിലും, എഴുത്തിദാലിലേക്ക് വന്നാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന അത്രയും സമയമെങ്കിലും എന്ത് ചെയ്യണം, അവൻ അടങ്ങി താമസിക്കണം. അപ്പോൾ സ്പിരിസ്കരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഇതേമാതിരി എന്ത് ചെയ്യുന്നത് റുക്കുവിലേക്ക് പോവുക, എഴുത്തിദാൽ അപ്പോൾ ഒരു എന്തുണ്ടാവില്ല, തുമഈനത്ത് നഷ്ടപ്പെടും, നിസ്കാരം ശരിയാവുകയില്ല എന്നുള്ളതാണ്. ഇനി 10ാമത്തത് അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതുക എന്നുള്ളതാണ്. അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതുക എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യാം, അവസാനത്തെ അത്തഹിയ്യാത്തിൽ നമ്മൾ സാധാരണ ചെല്ലുന്ന അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതാണ് എന്ത് ചെയ്യുന്നത്
അത്തഹിയ്യാത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം. ഇത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജിൻ്റെ അന്ന് ആ ഏഴാം ആകാശത്തേക്ക് പോയി അള്ളാഹുവിനെ കാണുമ്പോൾ അള്ളാഹു കൊടുത്തൊരു സമ്മാനമാണ്. അത്തഹിയ്യാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിസംബോധന ചെയ്യാണ്. ഒരു എന്തിനത് ഒരാളെ കാണുമ്പോൾ അഭിസംബോധന ചെയ്യുന്നതിന് അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കണ്ടപ്പോൾ ഒരു അഭിസംബോധന നടത്തിയതാണ്. അത്തഹിയ്യാത്ത് അഭിസംബോധന, ത്വയ്യിബാത്ത് നല്ല, അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്ത്. അപ്പോൾ നല്ല ബർക്കത്തുള്ള ത്വയ്യിബായ ഒരു അഭിസംബോധന നബി തങ്ങൾ നടത്തുന്നു. അള്ളാഹു എന്തിനപ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഓ പ്രവാചകരെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്ന്. അപ്പോൾ നബി തങ്ങൾ എന്ത് ചെയ്തു? എനിക്ക് മാത്രം പോരാ, എല്ലാ ആളുകൾക്കും വേണം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എല്ലാ ആളുകൾക്കും അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ. പിന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് സാക്ഷ്യം വഹിക്കുന്ന ഇതാണ് എന്തിനത് അത്തഹിയ്യാത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം തശഹുദ് എന്ന് പറയും. ഇതിലെന്ത് ചെയ്യുക? 11ാമത്തെ റുക്ന് നബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ് 11ാമത്തെ റുക്ന്. അപ്പോൾ നബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് നബിൻ്റെ മേൽ. അപ്പോൾ അതിന് ചുരുങ്ങിയത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നാണ് ചുരുങ്ങിയ രൂപം എന്നുള്ളതാണ്. എന്നാൽ അവസാനത്തെ അത്തഹിയ്യാത്തിൽ നബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിന് കൂടെ തന്നെ ആലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്, നിർബന്ധമില്ല, സുന്നത്താകുന്നു. അപ്പോൾ അവിടെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ത് ചെയ്യാം എന്ന് പറയൽ പ്രത്യേകം സുന്നത്താകുന്നു എന്നാണ്. ഇനി ഒന്നാമത്തെ അത്തഹിയ്യാത്തിൻ്റെ അവിടെ നബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാണ് അത്തഹിയ്യാത്ത് ഓതലും നബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലലും സുന്നത്താണ്. ആലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ സുന്നത്തില്ല. ആലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണെന്ന് പറയുന്ന അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ ആലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ നിസ്കാരം ബാത്തിലാകും എന്നുവരെ അഭിപ്രായമുണ്ട്. പ്രശ്നമാക്കണ്ട, ഞാൻ അതുമായിട്ട് ഒരാളെ മറന്ന് ചൊല്ലിയത് കുഴപ്പമൊന്നുമില്ല. അത് രണ്ടാമത്തെ അത്തഹിയ്യാത്തിൽ എന്നാൽ അവസാനത്തെ അത്തഹിയ്യാത്തിൽ ആലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണെന്ന് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം അടിസ്ഥാനത്തിൽ ഒരാൾ ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ ആലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ നിസ്കാരം ബാത്തിലാകുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ ആ അടിസ്ഥാനത്തിലൊന്നല്ല, ഇനി അഥവാ ഒരാൾ ചൊല്ലിയാൽ മറന്നാണ് ചൊല്ലിയാണ്, അത് കുഴപ്പമൊന്നുമില്ല. ഇനി ഇമാം ജമാഅത്ത് നിസ്കരിക്കണം. ഇമാമ് അങ്ങനെ എന്ത് ചെയ്യുക? അത്തഹിയ്യാത്ത് ഓതുന്നുണ്ട്. നമ്മളിങ്ങനെ അത്തഹിയ്യാത്ത് ഓതി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എത്തി. ഇനിയും ഇമാമിന് കഴിഞ്ഞിട്ടില്ല നിൽക്കാം, അങ്ങനെയെങ്കിൽ ബാക്കി ചൊല്ലുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. ഇനി അതിൽ ഏറ്റവും സ്വലാത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും വാരിതായി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അഫ്ദലായ സ്വലാത്ത് ഇബ്രാഹിമിയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, നബി തങ്ങളുടെ മേൽ അള്ളാഹു സ്വലാത്ത് ചെല്ലട്ടെ, വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് തങ്ങളുടെ കുടുംബത്തിന്മേലും, കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനും സ്വലാത്തും സലാമും ചൊല്ലിയതുപോലെ തന്നെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതുപോലെ അള്ളാഹു സ്വലാത്തും സലാമും നൽകിയതുപോലെ നബി തങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലിയണമേ. ബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ, നബി തങ്ങൾക്കും കുടുംബത്തിനും ബർക്കത്ത് നൽകണമേ അള്ളാഹുവേ. കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ബർക്കത്ത് നൽകിയതുപോലെ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്, ലോകരിൽ അള്ളാഹുവെ നീയാണ് ഹമീദും മജീദുമായ ആൾ, മഹോന്നതനായ സർവ്വസ്തുതിക്കും അർഹനായ ആൾ നീയാവുന്നു എന്ന് പറഞ്ഞ ആ ഒരു സ്വലാത്താണ്. ഇനി അവസാനത്തെ തഹിയ്യാത്തിൽ അവസാനം ദുആ ചെയ്യലും പ്രത്യേകം സുന്നത്താവുന്നു. ദുആ ചെയ്യൽ അതിപ്പോൾ നമ്മൾ സാധാരണ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖറതു, എനിക്ക് മുൻകഴിഞ്ഞ പാപങ്ങളും പിന്നീട് വന്ന പാപങ്ങളൊക്കെ അള്ളാഹു നീ പുറത്തു തരണമേ. ഒമാ അസ്റർത്തു ഒമാ അലൻതു, ഞാൻ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതുമായ എല്ലാ പാപങ്ങളും പുറത്തു തരണമേ. ഒമാ അസ്റഫ്തു, ഞാൻ ധാരാളം ചെയ്ത പാപങ്ങളുണ്ടാകും, കാരണം ഒരു വിഷയവുമില്ലാതെ ഞാൻ ചെയ്ത സാധാരണ ഇപ്പോൾ ബടായൊക്കെ പറഞ്ഞാൽ കളവൊക്കെ പറഞ്ഞിങ്ങനെ അല്ലെങ്കിൽ കുറേ തമാശ പറഞ്ഞ ആൾക്കാരെ കളിയാക്കി നടന്നിരുന്ന ആൾ ഒക്കെ ഞാനിങ്ങനെ എന്ത് ചെയ്തു സർവ്വസാധാരണ ചെയ്യുന്ന തെറ്റുകളുണ്ടാകും, അതും പുറത്തു തരണമേ. ഒമാൻ തഅലമു ബിഹി മിന്നി, അള്ളാഹുവെ എന്നെക്കാളും നിനക്കറിയുന്ന ധാരാളം തെറ്റുകൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, അതൊക്കെ പുറത്ത് തരണമേ എന്ന്. കാരണം ഞാൻ ചിലപ്പോൾ തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഞാനത് മറന്നുപോയിരുന്ന തെറ്റ്. പക്ഷേ അള്ളാഹു നിൻ്റെ അടുത്ത് എന്നെക്കാൾ കൂടുതൽ അറിയുമല്ലോ, എന്നിൽ നിന്നുണ്ടായ തെറ്റുകൾ, അത് നീ പുറത്ത് തരണമേ അള്ളാഹുവെ. ഇന്നക അൻതൽ മുഖദ്ദിമു അൻതൽ മുഅഖിർ, ഒരു കാര്യത്തെ മുന്തിപ്പിക്കുന്നതും പിന്തിപ്പിക്കുന്നതൊക്കെ അള്ളാഹുവെ നീയാകുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ
ഒരു ഇലാഹും വേറെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അന്നേരം എന്ത് ചെയ്യും, നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ, ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അല്ലാഹുവിനെ കാവലിനെ ചോദിക്കുന്നു. വമിൻ ഫിത്നത്തിൽ മഹ്യാ വ മമാത്തി, ജീവിതത്തിൻ്റെ ഫിത്നകളിൽ നിന്നും മരണത്തിൻ്റെ ഫിത്നകളിൽ നിന്നുമൊക്കെ. മരണത്തിൻ്റെ ഫിത്നകൾ എന്ന് പറഞ്ഞാൽ മരിക്കുന്ന സമയത്തുണ്ടാകുന്ന ധാരാളം പ്രയാസങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ ഞാൻ കാവലിനെ തേടുന്നു. വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അവസാനത്തിൽ ആ ദുആ. ഇനിയും ധാരാളം വാരിതായ ദുആകളൊക്കെ ഉണ്ട് എന്ന് മാത്രമല്ല, അത്തഹിയ്യാത്തിന് വേണമെങ്കിൽ ഇനിയും എത്രയും ദുആ ചെയ്യാവുന്നതാണ്, എത്രയും നീട്ടിക്കൊണ്ടാവുന്നതാണ്. ദുആ ചെയ്തതിന് ശേഷം പിന്നെ സ്വലാത്ത് ചെല്ലുന്നതിൽ പ്രത്യേക സുന്നത്തില്ല, മാത്രമല്ല അത് കറാഹത്താവുന്നു എന്ന അഭിപ്രായം ഉണ്ട്. അപ്പോൾ 11 റുക്കുനുകൾ നമ്മൾ പറഞ്ഞു. ഇനി 12ാമത്തെ റുക്കുനാണ് നമ്മൾ പറയുന്നത്. 12ാമത്തെ റുക്കുൻ എന്ന് പറഞ്ഞാൽ ഈ അത്തഹിയ്യാത്ത് എന്ന തശഹുദിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കുക എന്നുള്ളതാണ്. അത്തഹിയ്യാത്ത് എന്നുള്ളത് ഒരു റുക്കനാണ്, സ്വലാത്ത് എന്നുള്ളത് വേറെ റുക്കനാണ്. അത് രണ്ടിനു വേണ്ടി ഇരിക്കുക എന്നുള്ളത് മറ്റൊരു റുക്കനാകുന്നു. 12ാമത്തെ റുക്കന് അതിനു വേണ്ടി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ എണീറ്റ് നിന്നിട്ട് എന്ത് ചെയ്യാം, തഹിയ്യാത്ത് അല്ലെങ്കിൽ സ്വലാത്ത് ചെല്ലാൽ പോരാ, ഇരുന്നിട്ട് തന്നെ ചെല്ലണം. ഇരിക്കും. ഈ ഇരുത്തത്തിൽ തവറുക്കാണ് സുന്നത്ത്. തവറുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇടത്തെ കാലിൽ എന്ത് ചെയ്യാം, വലത്തെ കാലിൽ അടി കൂടെ ഇട്ടിട്ട് നിലത്ത് ഇങ്ങനെ ഇരിക്കണതിനാണ് തവറുക്ക് എന്ന് പറയാം. നമ്മൾ സാധാരണ രണ്ടാമത്തെ തഹിയ്യാത്തിൽ ഇരിക്കുന്ന. ഇവിടെ മസ്ബൂക്കാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി സുജൂദ് സഹ്വ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവൻ ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്, അല്ലെങ്കിലാണ് തവറുക്ക് ഇരിക്കേണ്ടത്. കാരണം മസ്ബൂക്കാണ്, അവനക്ക് 500 റക്അത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഇത്ര എന്ത് ചെയ്യാം, സലാം വീടി ഇമാമിൻ്റെ സലാം വീട്ടിട്ട് വീണ്ടും നിസ്കരിക്കാണ്ട്. അങ്ങനെയാണെങ്കിൽ ഓന് അത്തഹിയ്യാത്ത് ഓതുമ്പോൾ ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ് ഇരിക്കേണ്ടത്. അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും, കുന്നുത്ത് വിട്ടിട്ടുണ്ട്, അപ്പോൾ അവന് സുജൂദ് സഹ്വ് ചെയ്യാനുണ്ട്, അങ്ങനെയാണെങ്കിലും ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഇവൻ്റെ അത്തഹിയ്യാത്തിന് ശേഷം നേരെ സലാം വീട്ടാനുള്ളതാണ് എന്നുണ്ടെങ്കിലാണ് ഇവൻ തവറുക്കിൻ്റെ ഇരുത്തം ഇരിക്കേണ്ടത്, അല്ലെങ്കിലൊക്കെ ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത് അർത്ഥം. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ കൈ വെക്കേണ്ടത് ഇടത് കൈ നിർത്തി, നേരത്തെ ജുലൂസിൽ പറഞ്ഞതുപോലെ നിർത്തിയാണ് വെക്കേണ്ടത്. വലത് കൈ വെക്കേണ്ടത് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ താഴ്ത്തിയിട്ടാണ് വെക്കേണ്ടത്, ഇങ്ങനെ വെക്കേണ്ടത്. ഇങ്ങനെ വെക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉയർത്തേണ്ടതുമാകുന്നു. എന്നിട്ട് അത് അത്തഹിയ്യാത്ത് തീരോളം ഉയർത്തണം. എന്നിട്ട് മാത്രമല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഇവിടേക്ക് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ആ നോട്ടം നിസ്കാരം കഴിയുന്നതുവരേക്കും നമ്മൾ ഈ നോട്ടം, അതുവരേക്കും നമ്മൾ സുജൂദിൻ്റെ സ്ഥലത്തേക്ക് നോക്കിയിരുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് നോട്ടം മാറ്റണം. കാരണം ഇല്ലല്ലാഹു, അള്ളാഹു ഒരുവനാണ് എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു അടയാളമാകുന്നു ഈ വിരൽ. അതുകൊണ്ടാണ് ഇല്ലല്ലാഹു എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് നീട്ടുന്നതും അതിലേക്ക് നോക്കുന്നതുമൊക്കെ. ഇനി അത് വെക്കേണ്ടത് നമ്മുടെ ഒരു ഇടത് കൈ വെക്കേണ്ടത് നമ്മളുടെ ആ മുട്ടിനോട് നേരെയാണ് വെക്കേണ്ടത്. എന്നാൽ മുട്ടിൻ്റെ ഭാഗം ഇങ്ങനെ നേരെ, ഇങ്ങനെ മുട്ട് പിടിക്കുകയാണെന്നുള്ളതല്ല, ആ മുട്ടിന് നേരെയാണ് വെക്കേണ്ടത് അർത്ഥം. ഇങ്ങനെ മുട്ട് വരികയാണെങ്കിൽ ഇവിടെ വെക്കേണ്ടത്. എന്നാൽ ഈ വലത് കൈ വെക്കേണ്ടത് ആ മുട്ട് ഇവിടെ വരികയാണെങ്കിൽ ഈ വിരൽ പുറത്തേക്ക് വരുന്ന രീതിയിൽ, ആ മുട്ടിൻ്റെ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ആ സമയത്താകുമ്പോൾ ഇങ്ങനെ പൊന്തിക്കാൻ വേണം. ഇങ്ങനെ പിടിച്ചിട്ട് ആ സമയത്ത് നിർത്തലല്ല, ആദ്യം നിർത്തി ഇങ്ങനെ താഴ്ത്തി വെക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പൊന്തിക്കാണ് വേണ്ടത്. എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി 13ാമത്തെ എന്തെങ്കിലും റുക്കാണ് പറയാനുള്ളത്, 1-ാം സലാം വീട്ടുക എന്നുള്ളതാണ്. കാരണം 1-ാം സലാം വീട്ടിലാണ് നിർബന്ധമുള്ളത്, 2-ാം സലാം വീട്ടിൽ സുന്നത്താകുന്നു. അതിൽ ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും എന്ന് പറയണം. സലാമുൻ അലൈക്കുമെന്നോ സലാമുല്ലാഹി അലൈക്കുമെന്നോ അല്ലെങ്കിൽ സലാമി അലൈക്കുമെന്നോ എന്ന് പറഞ്ഞ പോലെ, അലൈക്കും സലാം എന്ന് പറഞ്ഞ പോലെ അസ്സലാമു അലൈക്കും എന്ന് തന്നെ പറയണം. അത് ഖൗലിയായ റുക്നാണ്, നമ്മൾ തൊള്ളോട് പറയേണ്ടതാണ്. അത് തൊള്ളോട് തന്നെ പറയണം. അസ്സലാമു അലൈക്കും എന്ന് തന്നെ പറയണം. തലയും ഇങ്ങോട്ടാക്കൽ സുന്നത്തുള്ളതാണ്. ചില നിസ്കാരത്തിൽ എന്ത് ചെയ്യും, അത്തഹിയ്യാത്ത് കഴിഞ്ഞാൽ തൊള്ള ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കലെന്തില്ല, അതല്ല റുക്കിന്. അസ്സലാമു അലൈക്കും എന്ന് പറയലാകുന്ന റുക്കിന്, അങ്ങനെ പറയുന്നത് വേണം എന്നുള്ളതാണ്. 2-ാം സലാം കൂട്ടിൽ സുന്നത്താകുന്നു അസ്സലാമു അലൈക്കും എന്ന് മാത്രമല്ല, റഹ്മത്തുള്ളാഹി എന്ന കൂട്ടിലും പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്ന് പറയണം. ഇനി ബറക്കാത്തുഹു എന്ന് പറയൽ പ്രത്യേകം സുന്നത്തില്ല. അത് മയ്യിത്ത് നിസ്കാരത്തിൽ, ജനാസ നിസ്കാരത്തിൽ അത് സുന്നത്തുണ്ട്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറക്കാത്തുഹു എന്നുള്ളത്. ഇനി രണ്ടിലും എന്തെങ്കിലും അവൻ തിരിയണം. 1-ാം സലാം കൂട്ടുമ്പോഴും 2-ാം സലാം കൂട്ടുമ്പോഴും അവൻ തിരിയണം. സലാം തുടങ്ങുമ്പോൾ മുന്നേക്ക് നോക്കിയിട്ടും സലാം അവസാനിക്കുമ്പോൾ 1-ാം സലാമിൽ വലതുവശത്തേക്കും 2-ാം സലാം കൂട്ടുമ്പോൾ ഇടതുവശത്തേക്കും ആയിരിക്കണം. അപ്പോൾ സലാം തുടങ്ങുമ്പോൾ മുമ്പിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സാധാരണ നിസ്കാരത്തിലാണെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മാത്രം മതി. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇങ്ങനെയാണ്. അപ്പോൾ തുടങ്ങുമ്പോൾ രണ്ടും മുമ്പിൽ തന്നെ വേണം, അവസാനിക്കുമ്പോൾ 1-ാമത്തേൽ വലത്തേക്കും 2-ാമത്തേൽ എത്തേണ്ടത്. ഈ മയ്യിത്ത് നിസ്കാരം കൊണ്ട് തന്നെയാണ് അബാബിൽ പറയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇങ്ങനെ എന്ത് ചെയ്യാം വരേണ്ടത് എന്നർത്ഥം.
ഇനി സലാം വീട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സുന്നത്താണ് ഒന്നാം സലാം വീട്ടുമ്പോൾ വലതുവശത്തുള്ള മുഅ്മിനീങ്ങൾക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും ഒക്കെ ഞാൻ എന്ത് ചെയ്യാം, സലാം പറയുകയാണ് എന്ത് ചെയ്യാം, കരുതണം. രണ്ടാം സലാം വീട്ടുമ്പോൾ ഇടതുവശത്തുള്ള ആളുകൾക്ക് സലാം പറയുകയാണെന്ന് പറയും. ഈ ജമാഅത്തെ നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാം സലാം വീട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വലതുവശത്തുള്ള ആളുകൾക്ക് സലാം പറയുകയാണെന്നും അവരുടെ സലാം മടക്കുകയാണെന്നും കരുതുക. രണ്ടാം സലാം വീട്ടുമ്പോൾ ഇവർക്ക് സലാം പറയുകയാണെന്നും അവരുടെ സലാം വീട്ടുകയാണെന്നും പറയാം. അതേപോലെ ഇമാം ഏത് ഭാഗത്താണോ, ഇമാം വലതുവശത്താണെന്നുണ്ടെങ്കിൽ ഒന്നാം സലാം വീട്ടുമ്പോൾ ഇമാമിൻ്റെ സലാം മടക്കുകയാണെന്നും, അല്ലെങ്കിൽ രണ്ടാം സലാം വീട്ടുമ്പോൾ എന്ത് ചെയ്യുന്നത് ആ ഭാഗത്താണെങ്കിൽ അവിടെ മടക്കാമെന്നൊക്കെ കരുതാം. ഇങ്ങനെയൊക്കെ കരുതേണ്ടതാകുന്നു എന്നുള്ളതാണ്. അതേപോലെ സലാം വീട്ടുന്ന സമയത്ത്, ഒന്നാം സലാം വീട്ടുന്ന സമയത്ത് നിസ്കാരത്തിൽ നിന്ന് ഞാൻ പുറത്തു പോവുകയാണ് എന്നെന്ത് ചെയ്യാം, അവൻ കരുതൽ സുന്നത്താണ്. ചില ആളുകൾ ചില മദ്ഹബിലൊക്കെ അത് നിർബന്ധമാണ് അങ്ങനെ കരുതൽ. കാരണം തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നിയ്യത്ത് വെക്കുമ്പോൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് നമുക്ക് കരുതുന്നുണ്ട്. എന്നതുപോലെ തന്നെ നിസ്കാരത്തിൽ നിന്ന് എന്ത് ചെയ്യാം, വിരമിക്കുമ്പോഴും സലാം കൂട്ടുമ്പോഴും നിസ്കാരത്തിന് പുറത്തു പോരുകയാണ് എന്ന് എന്ത് ചെയ്യണം, അവൻ കരുതണമെന്ന് ചില മദ്ഹബിൽ നിർബന്ധമാണ്, നമ്മുടെ മദ്ഹബിൽ സുന്നത്താകുന്നു അങ്ങനെ കരുതൽ എന്നുള്ളതാണ്. ഇനി ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ 2 സലാം വീട്ടിന് ശേഷമാണ് മഅ്മൂം സലാം വീട്ടിൽ സുന്നത്ത്. ഇമാമിൻ്റെ ഒരു സലാം വീട്ടിന് ശേഷം തന്നെ വേണമെങ്കിൽ സലാം വീട്ടാവുന്നതാണ്. പക്ഷേ ഏറ്റവും സുന്നത്ത് ഏതാണ്, 2 സലാം വീട്ടിന് ശേഷം സലാം വീട്ടലാകുന്നു. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് കഴിഞ്ഞതിന് ശേഷം മഅ്മൂം എന്ത് ചെയ്യാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അങ്ങനെയാണ് വേണ്ടത് എന്നാണ്. അപ്പോൾ മറ്റേത് എന്തെങ്കിലും കുറേ ആൾക്കാരുണ്ടാവും, ജുമാക്കൊക്കെ ഉണ്ടാവും, ഇമാം 1-ാം സലാം വീട്ടി 2-ാം സലാം വീട്ടുമ്പോഴേക്കും 2 സലാം വീട്ട് കഴിഞ്ഞിട്ടും നീച്ചു പോയിട്ടുണ്ടാവും. അവ സുന്നത്ത് ഏറ്റവും നല്ലത് ഏതാണ്, 2 സലാം വീട്ടിക്കാണ്. മയ്യിത്ത് നിസ്കാരത്തിനും അങ്ങനെ തന്നെയാണ്. നിസ്കാരം എന്ത് ചെയ്ത് ഇമാം 2 സലാം വീട്ടിയതിന് ശേഷം എന്ത് ചെയ്യാം, മഅ്മൂം 2 സലാം വീട്ടുക. എല്ലാ റുക്കിൻ്റെ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു റുക്കിൽ നിന്ന് മറ്റൊരു റുക്കിലേക്ക് ഇമാം എത്തിയതിന് ശേഷമാണ് മഅ്മൂം ആ റുക്കിലേക്ക് പോയി തുടങ്ങേണ്ടത്. എഴുത്തുതാലിൽ നിന്ന് സുജൂദിലേക്ക് പോവുകയാണെങ്കിൽ ഇമാം എഴുത്തുതാലിൽ നിന്ന് സുജൂദിലേക്ക് എത്തിയതിനു ശേഷമാണ് മഅ്മൂം എഴുത്തുതാലിൽ നിന്ന് സുജൂദിലേക്ക് പോകാൻ തുടങ്ങേണ്ടത്. എല്ലാ റുക്കിനുകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടും ഇമാമിന് ബാക്കിൽ ഇങ്ങനെ പോകുന്നതുമായി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ 2 സലാം വീട്ടിയിട്ടാണ് മഅ്മൂം സലാം വീട്ടിട്ടുണ്ട്. മസ്ബൂക്കും ഇങ്ങനെ തന്നെയാണ്. ഇമാം 1 സലാം വീട്ടിന് ശേഷം തന്നെ വേണമെങ്കിൽ ഓനക്ക് എണീക്കാവുന്നതാണ്. പക്ഷേ 2 സലാം വീട്ടിന് ശേഷം എണീക്കലാണ് ഏറ്റവും നല്ലത്, ഏറ്റവും സുന്നത്തുള്ളത്, അഫ്ദലുള്ളതാണ്. 13 ഷർത്തുകൾ 13 റുക്കുനുകൾ നമ്മൾ പറഞ്ഞു. ഇനി 14-ാമത്തെ റുക്കിനാണ് ബാക്കിയുള്ളത്, തെർത്തീബ്. ഈ പറഞ്ഞ 13 റുക്കുനുകളും അതിൻ്റേതായ ഓർഡറിൽ ഇങ്ങനെ എന്ത് ചെയ്യാം, കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിന് ആവശ്യമായത് നമ്മൾ 1-ാമത്തെ റുക്കിന് നിയ്യത്ത് പറഞ്ഞത്, 2-ാമത്തെ റുക്കിന് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞത്, 3-ാമത്തെ ഖിയാം നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം, ഖിയാം പറഞ്ഞത് എണീറ്റ് നിൽക്കാനാണ്. പക്ഷേ നമ്മൾ നിയ്യത്ത് വെക്കുന്നത് തക്ബീറിന് മുമ്പ് നമ്മൾ എണീറ്റ് നിന്നിട്ടാണ്. അപ്പോൾ എണീറ്റ് നിൽക്കണം ആദ്യം, പിന്നെയാണ് നിയ്യത്ത് വെക്കുന്നത്. അത് കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡറിന് സ്ട്രക്ചറിന് എന്ത് ചെയ്യാം, ഭംഗം വരുത്താത്ത രീതിയിലുള്ള സ്ട്രക്ചർ കൊണ്ടുവരണം എന്നുള്ളതാണ്. മറ്റു പിന്നെ എന്ത് ചെയ്യാം, ഫാത്തിഹ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഫിഅലിയായ റുക്കിന് അതിൻ്റേതായ ഒരു സ്പോട്ടിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു സ്ഥലത്ത് നിന്ന് പൊസിഷനിൽ നിന്ന് നമ്മൾ ഫിഅലിയായ റുക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണെങ്കിൽ നിസ്കാരം ബാത്തിലാകും എന്നുള്ളതാണ്. ഒരാൾ ആദ്യം സുജൂദ് ചെയ്ത് പിന്നെ റുക്കൂ ചെയ്യുന്നത്, എന്നാൽ റുക്കുവിന് മുമ്പ് തന്നെ ഖിയാമിന് ഫാത്തിഹ കൊന്നതിന് ശേഷം പിന്നെ സുജൂദ് കഴിഞ്ഞു പിന്നെയാണ് റുക്കൂ ചെയ്യുന്നതൊക്കെ, അങ്ങനെ നിസ്കാരം ബാത്തിലാണ്. ഖൗലിയായ റുക്കിന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് നിസ്കാരം ബാത്തിലാവുകയില്ല, പക്ഷേ മാറ്റാതിരിക്കലാണ് നല്ലത്. അങ്ങനെ മാറ്റാതിരിക്കലാണ് സുന്നത്തുള്ളത്. ഉദാഹരണത്തിന് പറയാം, ഒരാൾ എന്ത് ചെയ്ത് ഖിയാമിൽ തന്നെ തശഹൂദ് അത്തഹിയാത്തുൽ ഓതി അല്ലെങ്കിൽ അത്തഹിയാത്തിൽ ഫാത്തിഹ ഓതി എന്നൊക്കെ നിസ്കാരം ബാത്തിലാവുകയില്ല, പക്ഷെ എന്താവും, അത് കറാഹത്താകുന്നു എന്നുള്ളതാണ്. ഇനി സുന്നത്തുകൾ നമ്മൾ പറഞ്ഞു. സുന്നത്തുകൾ നേരത്തെ പറഞ്ഞു, ഈ ഓർഡറിൽ കൊണ്ടുവന്നാലേ ആ സുന്നത്തിൻ്റെ കൂടി കിട്ടുള്ളൂ. തക്ബീറത്തുൽ ഇഹ്റാം നമ്മൾ പറഞ്ഞു, അതിനുശേഷം വജ്ഹത്തു അല്ലേ, ദുആഉൽ ഇഫ്തിതാഹ് അത് ഓതണം, പിന്നെ അഊദ് ഓതാ, പിന്നെ ബിസ്മില്ലാ. അഊദ് തുടങ്ങിയാൽ പിന്നെ വജ്ഹത്തു ഓതാനില്ല. അഊദ് ഓതി കഴിഞ്ഞു, പിന്നെ നമുക്ക് വജ്ഹത്തു ഓതാൻ പറ്റില്ല, അതിന് സുന്നത്തില്ല, മിസ്സായി. ബിസ്മി ഓതലോട് കൂടെ എന്ത് ചെയ്തു, അഊദ് ഓതാൻ പറ്റില്ല, അതിൻ്റെ സുന്നത്ത് എനിക്ക് മിസ്സായി. അപ്പോൾ ആ ഓർഡറിൽ കൊണ്ടുവന്നാൽ എന്താവുള്ളൂ, ആ സുന്നത്ത് കിട്ടുള്ളൂ. ആ ഫാത്തിഹ ഓതിന് ശേഷമാണ് സൂറത്ത് ഓതേണ്ടത്. ആദ്യം സൂറത്ത് ഓതി പിന്നെ ഫാത്തിഹ ഓതുന്നേക്കാം, അങ്ങനെയെങ്കിൽ ആ സൂറത്ത് ഓതിൻ്റെ കൂലിയില്ല. കാരണം ഫാത്തിഹ ഓതിന് ശേഷമാണ് സൂറത്ത് ഓതേണ്ടത്, അപ്പോഴാണ് അതിൻ്റെ കൂലി കിട്ടുകയുള്ളൂ എന്നാണ്. ഇനി മഅ്മൂമല്ലാത്ത ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരാൾ എന്ത് ചെയ്ത്, ഓനക്ക് ഇങ്ങനെ ഒരു റുക്കിന് ഞാൻ വിട്ടോ എന്ന് എനിക്ക് എന്ത് ചെയ്തു ഉറപ്പായി, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്തു, ഓനക്ക് സംശയമായി നിൽക്കാം, ഞാനിങ്ങനെ റുക്കിന് വിട്ടുക്കണോ ഇല്ല എന്നുള്ളതൊക്കെ ഓനക്ക് സംശയമാണെങ്കിൽ അടുത്ത റക്അത്തിൽ അതേ ഒരു എന്ത് ചെയ്ത് റുക്കിന് അവൻ കൊണ്ടുവരുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിലോ ഓൻ ആ റുക്കിലേക്ക് മടങ്ങുക, എന്നിട്ട് എന്ത് ചെയ്യാം, പൂർത്തീകരിക്കുക. ഉദാഹരണത്തിന് പറയാം, സുജൂദിലേക്ക് എത്തിയതിനു ശേഷം ഓനക്ക് ഓർമ്മ, ഞാൻ റുക്കു ചെയ്തോ ഇല്ലേ, സംശയം വന്നു നിൽക്കുക, അല്ലെങ്കിൽ റുക്കു ചെയ്തിട്ടില്ല, നമുക്ക് ഉറപ്പായി ഞാൻ റുക്കു ചെയ്തിട്ടില്ല, നേരെ സുജൂദിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഓൻ വേൻ റുക്കുവിലേക്ക് വരിക, എന്നിട്ട് ഓൻ എന്ത് ചെയ്യുക,
വീണ്ടും വിനയത്തിതാൽ സുജൂദിലേക്ക് പോവുകയാണ് വേണ്ടത്. ഓനിങ്ങനെ എന്ത് ചെയ്തു? ഒരു റക്കഅത്ത് കഴിഞ്ഞു. രണ്ടാമത്തെ റക്കഅത്തിൽ റുക്കുവിലേക്ക് എത്തിയപ്പോഴാണ് ഓനക്ക് എന്ത് ചെയ്തു ഓർമ്മ, ആദ്യത്തെ റക്കഅത്തിൽ റുക്കു ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും അത് മതി. അങ്ങനെ ഓൻ ബാക്കി പൂർത്തീകരിക്കുക. എന്നിട്ട് ഒരു റക്കഅത്ത് ഓനക്ക് മിസ്സായി. കാരണം ഒന്നാമത്തെ റക്കഅത്തിൽ റുക്കു ഇല്ല, അതുകൊണ്ട് ആ റക്കഅത്ത് മിസ്സായി. അതുകൊണ്ട് ഓൻ എന്ത് ചെയ്യുക? ഒരു റക്കഅത്ത് കൂടി എക്സ്ട്രാ നിസ്കരിക്കാൻ വേണ്ടത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ റക്കഅത്തിൽ റുക്കുവിലാണ് ഓനക്ക് ഓർമ്മ, ഒന്നാമത്തെ റക്കഅത്തിൽ റുക്കു ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഇനി ഒന്നാമത്തെ റക്കഅത്തിൽ റുക്കുവിലേക്ക് മടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ റുക്കുവിൽ തന്നെ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? ഇത് ഒന്നാമത്തെ റക്കഅത്തായിട്ട് പരിഗണിക്കുക. എന്നിട്ട് രണ്ടാമത്തെ റക്കഅത്ത്, മൂന്നാമത്തെ റക്കഅത്ത്, നാലാമത്തെ റക്കഅത്ത് എന്നിട്ട് ഒരു റക്കഅത്ത് കൂടി നിസ്കരിക്കുക. എന്നാൽ സാധാരണ നിസ്കാരത്തിൽ നാലാമത്തെ റക്കഅത്ത് ഉണ്ടാവുമല്ലോ, അത് കഴിഞ്ഞിട്ട് ഒരു റക്കഅത്ത് നിസ്കരിക്കുക. കാരണം ഒരു റക്കഅത്ത് നമുക്ക് മിസ്സേക്കിന് അതുകൊണ്ട് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ഇനി മഅ്മൂമാണെന്നുണ്ടെങ്കിൽ ഓന് ഇമാമ് റുക്കുവിലേക്ക് പോയി, ഇവൻ റുക്കുവിലേക്ക് പോയിട്ടില്ല. ഓൻ റുക്കുവിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സംശയം, ഞാൻ ഫാത്തിഹ ഓതിയിട്ടുണ്ടോ ഇല്ലേ? മനസ്സിലായില്ല. ഇമാമ് റുക്കുവിലേക്ക് പോയി, ഇവൻ ഇപ്പോഴും ഖിയാമിലാണ്. അപ്പോൾ അവർക്ക് സംശയം, ഞാനിപ്പോൾ ഫാത്തിഹ ഓതിയോ ഇല്ലേ? എങ്കിൽ അവൻ ഫാത്തിഹ ഓതണം, പൂർത്തീകരിച്ച് ഓതണം. ഓതിയിട്ട് പിന്നെ എന്ത് ചെയ്യാം? ഇമാമിനെ ഒഴിത്താൽ അങ്ങനെ പോകാമെന്നുള്ളതാണ്. അങ്ങനെ ഇമാം എന്ത് ചെയ്തു? ഫാത്തിഹ ഓതി ഉള്ളപ്പോഴേക്കും ഇമാം അടുത്ത റക്കഅത്തിലേക്ക് ഒന്നുകൂടുന്നുണ്ടെങ്കിൽ പിന്നെ ഇമാമിനൊപ്പം തുടരുക. പിന്നെ ഒരു മസ്ബൂക്കായിട്ട് റക്കഅത്ത് നിസ്കരിക്കണം വേണ്ടത്. പക്ഷേ അത് വിശദമായിട്ട് നമ്മൾ ജമാഅത്തിൻ്റെ ബാബിൽ പറയും. ഇനി ഓന് റുക്കുവിലേക്ക് പോയി, ഇമാം റുക്കുവിലേക്ക്, ഇവനും റുക്കുവിലേക്ക് പോയി. എന്നിട്ടാണ് ഇവർക്ക് എന്ത് ചെയ്യാം ഓർമ്മ, ഞാൻ എന്ത് ചെയ്യാം ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഖിയാമിലേക്ക് വരാൻ പാടില്ല. അവൻ എന്ത് ചെയ്യുക? ഇമാമിനൊപ്പം അങ്ങനെ തുടരുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക? റക്കഅത്ത് മസ്ബൂക്കായിട്ട് റക്കഅത്ത് കൂടി നിസ്കരിക്കുക. കാരണം റക്കഅത്തിലും ഫാത്തിഹ ഓതിയിട്ടില്ലല്ലോ. അതിന് പകരം ഇമാമിന് സലാം കിട്ടിയ ശേഷം പിന്നെ എന്ത് ചെയ്യുക? റക്കഅത്ത് കൂടി നിസ്കരിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് വേണ്ടത്? പിന്നെ ഇമാമുമായി ജമാഅത്തുമായി ബന്ധപ്പെട്ട് കുറേ വിശദമായി പറയേണ്ട പല എന്ത് മസലകളുണ്ട്. ജമാഅത്തിൻ്റെ ഒരു ബാബ് നമ്മൾ വരും, അത് ഓതണം എന്നാണ് കൃത്യമായി മനസ്സിലാവുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ 14 ഫർളുകളും നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ ആ 14 ഫർളുകളും ഇത് അടിസ്ഥാനത്തിൽ ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നിസ്കാരം എന്തായിരിക്കും? ശരിയായിരിക്കും. ഈ റുക്കുനുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മിസ്സായാൽ തന്നെ നിസ്കാരം ബാത്തിലാവുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് പറയാനുള്ളത് നിസ്കാരത്തിൻ്റെ കുറേ സുന്നത്തുകളാണ്. ആ കുറേ സുന്നത്തുകളുണ്ട്. നിസ്കാരം പരിപൂർണമാവാൻ വേണ്ടിയിട്ടാണ്. നിസ്കാരം ശരിയാവാനുള്ള ഷർത്തുകളും റുക്കുനുകളും നമ്മൾ പറഞ്ഞത്. ഈ നിസ്കാരം പരിപൂർണമാവാനുള്ള ഏതാനും ചില സുന്നത്തുകളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.